ഹലോ പ്ലേസ് വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നീള ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഗ്രാനി ചാപ്റ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് അടിച്ച് മുന്നോട്ട് പോവുക. അല്ലേ ഗ്രാൻഡ് പാ? പെട്ടെന്ന് ലൈക്കും സബും ചെയ്യും. അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മക്കളെ, എല്ലാവരും ലൈക്കും സബും ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഗ്രാനിയുടെയും അപ്പാപ്പൻ്റെയും വീട്ടിൽ പോകും മുമ്പ് നമുക്ക് റൂൾസ് വായിക്കാം. എന്നും നമ്മൾ റൂൾസ് ഒന്നും വായിക്കാതെ നേരിട്ട് കളിക്കാറാണ് പതിവ്. ബി ക്വയറ്റ്. ഗ്രാനി ഹിയർസ് എവറിത്തിങ്. ഗ്രാൻഡ് പാ ഡസ് ഹിയർ വെരി വെൽ ബട്ട് ഹി ഹിറ്റ്സ് ഹാർഡ്. പ്രസ് ആൻഡ് ഹോൾഡ് റിമൂവ് ബട്ടൺ. ഫ്രീ യുവർ സെൽഫ് ആൻഡ് ബിയർ ട്രാപ്സ്. ഹൈഡ് അണ്ടർ ബെഡ്സ് ഓർ വാർഡ്രോബ്. ഇതൊക്കെ നമുക്കറിയാം ഗായ്സ്. 5 ഡേയ്സും ഉണ്ട്. ഗ്രാനിക്ക് ചെവി കേൾക്കാം, അപ്പാപ്പന് ചെവി കേൾക്കത്തില്ലെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഹിയർ വി ഗോ. ഡേ 1. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാനി അമ്മച്ചിയുടെയും അപ്പാപ്പൻ്റെയും വീട്ടിലെ മുറിക്കകത്താണ് നമ്മളെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് എസ്കേപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെ ചെയ്യാം ഗൈസ്. ഞാൻ ഇതുവരെയും ഹെലികോപ്റ്ററിൽ പോയിട്ടില്ല. കഴിഞ്ഞ വട്ടം ഹെലികോപ്റ്ററിൻ്റെ ഒരു കീ കിട്ടാത്ത കാരണമാണ് ഞാൻ ബോട്ട് എസ്കേപ്പ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒന്നുമല്ല, എന്തായാലും ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം. അവർ രണ്ടുപേരും പോയതിന് ശേഷം നമുക്ക് മേലെ കയറി പോകാം ഗായ്സ്. ഇതെവിടെ പോയി? രണ്ടും വന്നില്ലേ? ഗ്രാനി ഭയങ്കര അടവ് പിടിച്ച സാധനമോ. നമ്മൾ ചെല്ലമ്പലായിരിക്കും നമ്മളവന്ന് അടിക്കുന്നത്. എന്തായാലും നോക്കാം ഗായ്സ്. ഗ്രാനി പോയി. എന്താ മോനെ, ഇവിടെ ഒളിച്ചിരിക്കുവാണോ? എന്താ, ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കാണാനില്ലല്ലോ. കൊള്ള ചെറുക്കൻ എങ്ങോട്ട് പോയി കിടക്കുവോ? എടാ മോനെ, എങ്ങോട്ട് പോയി നീ? എടാ ഗായ്സ്, ഞാനിവിടെ ഉണ്ട്. ഗ്രാനി കണ്ടില്ലേ? ഗ്രാനിക്ക് കണ്ണ് കണ്ടെത്തില്ല. ഞാൻ ഗ്രാൻഡ് പേ എവിടെ പോയി? ഇത്രയും വലിയ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഉള്ള ചെവി അടിച്ചു പോയിന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗ്രാനി വന്ന് ചെവിയും അടിച്ച് പൊട്ടിച്ചാണ് ഗായ്സ്. നമ്മുടെ തല അടിച്ചു പൊട്ടിക്കും. ഇവിടെ ഹാൻഡ് വീൽ കാണും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡോർ എസ്കേപ്പ് അല്ല, ഹെലികോപ്റ്റർ എസ്കേപ്പ്. ഒരു അടിയും കൂടി അടിച്ചു നോക്കാം. ഇനി എന്തായാലും ഗ്രാൻഡ് പ വരാതിരിക്കത്തില്ല. ഈ സൗണ്ട് കേട്ട് എന്തായാലും ഗ്രാൻഡ് പ വരാതിരിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ആരാ ഇത് വീണ്ടും എന്നെ ശല്യം ചെയ്യുന്നേ? ആ ചെറുക്കൻ്റെ പണിയായിരിക്കും. ആ ചെറുക്കൻ എവിടെ പോയി? എൻ്റെ കൈ കിട്ടിയ ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് തലക്കടിക്കത്തേ ഉള്ളൂ. ഓരോ അത് എന്നെ എന്താ വിളിച്ചേ? അതാ പോകുന്നു ഗ്രാൻഡ് പാ. ഓടിക്കോ. ഡക്ക് ടേപ്പ് കിട്ടി ഗായ്സ്. കിട്ടി, നമ്മുടെ ടേപ്പ് അണ്ണനെ കിട്ടി ഗായ്സ്. നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ആ സാധനത്തിൽ ഒട്ടിക്കാനുള്ള അവറഞ്ചും കിട്ടി ഗായ്സ്. നമ്മുടെ ഗ്രാനിയുടെ കൊച്ചുമോന് കൊടുക്കാനുള്ള മീറ്റ് കിട്ടി ഗായ്സ്. അത് പറഞ്ഞതേ ഉള്ളൂ. ഫ്രഞ്ച് നമുക്ക് ആ വെള്ളം തുറന്നു വിടാനാണ് ഗായ്സ്. എന്തായാലും ഇതിനകത്ത് എന്തായാലും ക്രോബാർ ആയിരിക്കും, അത് ഉറപ്പാ. കിട്ടി ഗായ്സ് ക്രോബാർ വെച്ച് കുറേ കളികളുണ്ട്. ഇതോ ഗ്രാനി ഇവിടെ വന്ന്. ഇപ്പം പെട്ടെന്ന് നമ്മുടെ അമ്മൂമ്മയ്ക്ക് വരാം. എന്താ മോനെ, നീ എവിടെയാ? ഉള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കിപ്പിക്കല്ലേ. എനിക്ക് വയ്യ നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രായമൊക്കെ ചെന്ന് വരുവാ. എന്നാൽ ശരി അമ്മൂമ്മേ, കുഴപ്പമില്ല. ഞാൻ അപ്പാപ്പനെ എന്തെങ്കിലും ചെയ്യാൻ ഗായ്സ്. അപ്പാപ്പനോ ഇല്ലല്ലോ. ഇപ്പം അപ്പാപ്പനെ പോലെ എൻ്റെ കയ്യിലും ഒരു സാധനമുണ്ട്, പക്ഷെ എൻ്റെ കമ്പിയാ തുരുമ്പ് പിടിച്ച്. കണ്ട് വാ. ഞാൻ ഇതിൻ്റെ അടിയിൽ കയറി ഗായ്സ്. ഇതിൻ്റെ അടിയിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ലായിരിക്കും. ഇത് വട്ടം നാരങ്ങ കളിക്കുമോ? എന്നാ വാ. കയറി വരുമോ അടിയിൽ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, കുനിയാനൊന്നും വയ്യ. അത്രയ്ക്ക് പ്രായം ചെന്നല്ലേ നടക്കുന്നേ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഗ്രാൻഡ് പ പോട്ടെ. നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പെട്ടി തുറന്ന് നോക്കാം. ഇവിടെ തുറന്ന് കിടക്കൂ? ഇല്ല, സെക്യൂരിറ്റിക്ക് വേണം. ഗ്രാൻഡ് പേരെ കഴുത്തിലാണുള്ളത്. ഇതിനകത്തുനിന്ന് എന്തോ കിട്ടണേ? കട്ടിംഗ് പ്ലെയർ കിട്ടി. എന്തായാലും ഈ സൗണ്ട് കേട്ട് ഇപ്പോൾ വരും. നമ്മളിതിലേ പോയി. ഡോർ ഓട്ടോമാറ്റിക്കലി അടഞ്ഞ്. നമുക്ക് ആദ്യം ഇവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ചെക്കിങ്. ഗ്രാനി, ഇവിടെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. സ്റ്റൺ ഗൺ കിട്ടി. ഇനി ആരെയും ഒന്നും നോക്കാനില്ല ഗായ്സ്.
നമ്മളിട്ട് പൂശാൻ പോവുകയാണ്. ചായയും ഉഴുന്നുവടയും കൊടുക്കാൻ നമുക്ക് സമയമായി. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ ഉച്ചയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി തന്നെ കൊടുക്കാം നമുക്ക് 2 പേർക്കും. വാ ഗ്രാനി ആൻഡ് ഗ്രാൻഡ് പാ. ഗ്രാനിക്ക് ഇന്നാ പിടിച്ചോ ബിരിയാണി. ഇങ്ങോട്ടെത്താ നമ്മുടെ സ്റ്റൺ ഗണ്ണിൻ്റെ പവർ. ഗ്രാനി ഈസ് നൗ ഗോൺ ഫോർ 2 മിനിറ്റ്സ്. ഇനി 2 മിനിറ്റത്തേക്ക് ഗ്രാനിയുടെ കാര്യം ഇനി നോക്കണ്ട ഗായ്സ്. അപ്പോൾ നമുക്കിനി ഗ്രാൻഡ് പാ എവിടെ പോയി? ഗ്രാൻഡ് പേ, നിങ്ങളെ ഭാര്യ ഇപ്പോൾ അടിച്ചിട്ടതേ ഉള്ളൂ, നിങ്ങളെ വേണോ? എന്താ വയറ്റിൽ തന്നെ കൊടുത്തു. അയ്യോ, ബിരിയാണി കഴിക്കാൻ ഇനി വയറിപ്പോൾ കീറിപ്പോയല്ലോ. ഇനി ആശുപത്രിയിൽ പോകണേ ഗ്രാൻഡ് പാ. കീ തന്നിട്ട് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ അത് തുറന്നു. പിക്ചർ കിട്ടി. ഗ്രാൻഡ് പേരെ തലയുള്ള പിക്ചർ കിട്ടി. ഇനി ഡോർ ഹാൻഡിൽ വേണ്ട, നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റൺ ഗണ്ണും കൊണ്ട് ഇനി എല്ലായിടത്തും പോവാം. ഒരു സേഫ്റ്റി. ഗ്രാൻഡ് പാ വീണ്ടും അനങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡാൻസ് കളിക്കുക കടന്നുകൊണ്ട്. പാട്ടിടണോ ഗ്രാൻഡ് പാ? അതൊക്കെ കൊള്ളാം. എന്തായാലും നമ്മൾ ഇന്ന് ഗ്രാനി അമ്മച്ചിയുടെ വീട്ടിലും നിന്ന് നമ്മൾ എസ്കേപ്പായിരിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഹെലികോപ്റ്റർ മാനുവൽ കിട്ടി ഗായ്സ്. അപ്പോൾ നമുക്ക് ആ ഹെലികോപ്റ്ററിൻ്റെ 2 ആവശ്യങ്ങൾ കിട്ടി. ഇനി എന്തുവാ വേണ്ടേ? ഹെലികോപ്റ്റർ കീ മാത്രം മതി. പിന്നെ ഒരു ഗ്ലാസ് ഫ്യൂസ് വേണം. പിന്നെ നമ്മുടെ ഗണ്ണ് വേണം. വെപ്പൺ കീ കിട്ടും ചിലപ്പോൾ. അത് മേലെ നിന്ന് തന്നെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ. സേഫ് തുറക്കാൻ സേഫ് കീയും വേണം. അടുത്ത പിക്ചറും അവിടെ ഇരിക്കുക. ഈ ക്ലോക്കിനകത്തൊന്നും ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. ബാത്റൂമിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ബോട്ട് കീ വേണ്ട. നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. കക്കൂസ് ഒന്നും കഴുകിയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ലോഷൻ വാങ്ങിച്ച് തരാം ഗ്രാനി. ഗ്രാനിയുടെയും സിലിണ്ടറിൻ്റെയും ഫോട്ടോ. ഹെലികോപ്റ്റർ കീ കിട്ടി. എല്ലാം കിട്ടി കാശ്. ഇനി ഗ്ലാസ് ഫ്യൂസും കൂടി കിട്ടിയാൽ മാത്രം മതി. അതിന് മുമ്പേ നമുക്കൊന്ന് ഒരു ഷൂട്ടിംഗ് നടത്തിയിട്ട് പോവാം. ഇവിടുത്തെ ലോക്ക് അഴിക്കാൻ ഞാൻ മറന്നുപോയി. മുറിയിൽ നിന്നിട്ട് എന്നെങ്കിൽ പെട്ടെന്ന് ഈ കീ കൊണ്ട് അവിടെ കൊണ്ടിടായിരുന്നു. എന്തായാലും ഇനി ഗ്രാനിയെ നമുക്ക് വിളിക്കാം. ഗ്രാനി. ഹലോ ഗ്രാനി. ഹലോ ഗ്രാനി, എവിടെ പോയി? ഗ്രാനിയായി. അമ്മച്ചിയായി എവിടെ പോയി അമ്മച്ചി? ഞാൻ ഇവിടെ ഇരിക്കുവാ. എന്താ മോനെ, ഞാൻ വരുന്നതേ ഉള്ളൂ. ഇവിടെ അപ്പാപ്പൻ വഴി കയറി കിടക്കും കേട്ടോ. നീ എന്തോടാ ഒരു കളിപ്പാട്ട തോക്കും കൊണ്ടിരിക്കുന്നേ? കളിപ്പാട്ടമല്ല അമ്മച്ചി, കണ്ടില്ലേ? അയ്യോ. ഇനി 2 മിനിറ്റത്തേക്ക് വീണ്ടും. എന്തുവാ മോനെ, കാല് പിടിക്കാനും പറ്റത്തില്ലേ? കാല് പിടിച്ചതാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനി പിടിക്കാൻ അനുഗ്രഹിക്കാം. എന്തായാലും ഇനി ഗ്രാൻഡ് പേ എന്തായാലും ഒഴിച്ച് കാണും. ഇവിടെ പോയിടോ നമ്മുടെ ഹീറോ. വന്നു. ICU അല്ല, ICUലാക്കി തരാം. 2 പേരെ നെഞ്ചിലിട്ടാണ് കൊടുത്ത ഗായ്സ്. സെയിം. ഇനി ഗ്രാൻഡ് പേയും ഇനി 2 മിനിറ്റത്തേക്കില്ല. അപ്പോഴത്തേക്ക് ഈ ഫോട്ടോ കൊണ്ട് അവിടെ കൊണ്ടിടാം. എല്ലാം കാര്യം നമ്മൾ സ്പീഡിൽ ചെയ്യണം ഗായ്സ്, ഇല്ലെങ്കിൽ നമുക്ക് നടക്കത്തില്ല. മാറിക്കട ഗ്രാൻഡ് പേരെ ലെഗ് പീസും കിട്ടി നമുക്ക്. അല്ല, ലെഗ് പീസ് അല്ല, ഇത് സ്റ്റൊമക്ക് പീസ്. ഇനി 1 പീസും കൂടി കിട്ടാണ്ട് ഫോട്ടോരെ. ഇതിനകത്ത് ഗ്ലാസ് ഫ്യൂസ് കിട്ടി. ഹെലികോപ്റ്റർ എസ്കേപ്പ് സ്പീഡിൽ നടക്കുക ഗൈസ്. എല്ലാ കാര്യങ്ങളും സ്പീഡിലാണ് നടക്കുന്നത്. അപ്പം നല്ല കാര്യമാണ് അതൊക്കെ. എന്തായാലും സ്പീഡിൽ തന്നെ നമുക്ക് എസ്കേപ്പ് ആവാം ഗായ്സ്. എന്തായാലും ഇതുവരെ എന്നെ പിടിച്ചിട്ടില്ല, അതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് സ്റ്റൺ ഗൺ കിട്ടിയോണ്ടാണ് രക്ഷയായത്. ഇല്ലെങ്കിൽ നമ്മുടെ പൂശിയൻ അവരെല്ലാം കൂടി. എന്തായാലും പെട്ടെന്ന് അടുത്ത പരിപാടി നോക്കാം. ഇവിടെ നമ്മുടെ ഡക്ട് ടേപ്പ് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിടാം ഗായ്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയി എല്ലാം പണിയും കിട്ടും അല്ലേ ഗായ്സ്? എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് അടിക്കുക. ഒരുപാട് പേർ കാണുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ആരും അധികം ലൈക്ക് അടിക്കുന്നില്ല.
ഇപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൈക്കും സബും ചെയ്യുക. നമുക്ക് ഫ്രഞ്ച് ഇവിടെ കിടന്നോട്ടെ, നമ്മുടെ സ്റ്റൺ ഗണ്ണും കൊണ്ടുപോകാം. എപ്പോഴാ നമുക്ക് അപകടങ്ങൾ പറ്റുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സ്റ്റൺ ഗൺ ഇവിടെ കിടന്നോട്ടെ. എന്തായാലും ചിലപ്പോൾ ഇവിടെ ഒരു പിക്ചറിൻ്റെ പീസ് ഉണ്ട്. കിട്ടി ഗായ്സ്, ലാസ്റ്റ് പീസ്. എപ്പോഴും ഈ ഫോട്ടോ കിട്ടാനാണ് താമസം. ഈ പ്രാവശ്യം എല്ലാം സ്പീഡിൽ നടന്നു. എന്തായാലും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതാണ് ഫ്രഞ്ചിൻ്റെ ഉപയോഗം. ഇപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ വറ്റി കാണും. ഇനി നമുക്ക് ഷൂട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഗ്രാനി അമ്മച്ചിയുടെ കൊച്ചു കയറിപ്പോയി, ഇതിനാ കയറിപ്പോയേ, കുഴപ്പമില്ല. നമുക്ക് ഗ്രാനിയെ വിളിക്കാം. ഗ്രാനി, ഗ്രാനി കമോൺ. വന്നോ? എന്താ മോനെ, എന്നെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ. ഞാൻ വീണ്ടും കാല് പിടിക്കാം. നന്നായി വരും അമ്മച്ചി, നന്നായി വരും. കാല് വീണ് കിടക്കുന്നു. ഇനി നമുക്ക് അപ്പാപ്പനെ വിളിക്കണ്ടേ? അപ്പാപ്പ പോയി, അല്ലെങ്കിൽ പയ്യ വന്നാൽ മതി. കൊച്ചുമോനെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാം. എന്തോ ഡ്രസ്സ്, അയ്യോ ഇത് കണ്ടോ ഗായ്സ്, ഗ്രാൻഡ് പേരെ കണ്ണ് ചുമന്ന് കൊച്ചുമോനെ ഷൂട്ട് ചെയ്തപ്പോ മേലെ ആരെങ്കിലും, അയ്യോ സ്ലെൻഡറീന എന്തോ നോക്ക് കിടന്ന് എന്തൊക്കെ പറയുക. എൻ്റെ മോനെ കൊന്നുകൊണ്ടാണോ? ഇല്ല സ്ലെൻഡു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പോയി. ഓടിക്കോളൂ. അയ്യോ അയ്യോ ഞാൻ സേഫ്റ്റി എന്തിനാ അവിടെ കൊണ്ടുവരിക? പിന്നെ വന്ന് എടുക്കാം. എന്തായാലും കൊള്ളാം ഗായ്സ്, എന്തോ എല്ലാം ഫാമിലി ഫുള്ളായിട്ട് വന്നു ഇവിടെ. ഇതൊന്ന് അതിൻ്റെ ഒരു കാരണമായിരിക്കാം. എന്തായാലും ഈ ഫോട്ടോ അവിടെ കൊണ്ടിടാം. പിന്നെ ഒന്ന് സ്റ്റൺ ഗൺ എടുക്കാം ഇത് കൊണ്ടിട്ടിട്ട്. അങ്ങനെ ഗ്രാൻഡ് പേരെ ലെഗ് പീസും നമുക്ക് കിട്ടി ഗായ്സ്. അങ്ങനെ ഇത് ഇവിടെ കിടന്നോട്ടെ. നമുക്ക് ഓടിപ്പോയി സ്റ്റൺ ഗൺ എടുക്കണം. ഇനി സ്റ്റൺ ഗൺ ഉണ്ടെങ്കിൽ കളികൾ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കത്തുള്ളൂ. അവരിപ്പോൾ എഴിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. വഴി തെറ്റി ഗൈസ്. ഞാൻ കിടന്ന് കറങ്ങുമായിരുന്നു. ഇതിലേ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു. നമ്മൾ ഇത് കടന്നാ പോയേ. അതുകൊള്ളാം. മേലെ സൺലൈനുണ്ടോ? സ്ലെൻഡ് പോയി, ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്തേനെ. എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ ഗൈസ്, രക്ഷപ്പെട്ടത് എങ്ങനെയൊക്കെ. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെയൊക്കെ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാം. മേലെ നോക്കാം. മേലെ നമുക്കിനി എല്ലാ സാധനവും താഴെ കൊണ്ടിടാം ഗായ്സ്. മേലെ കൊണ്ടിടാം ഗായ്സ്. പൊളിച്ച് കാലൊടിയാനാണ് ചാൻസ്. ഒടിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോസ് എല്ലാം മേലെ കൊണ്ടിടാം ഗായ്സ്. ഇനി നമ്മുടെ കളി മൊത്തം മേലെയാണ്. എന്തായാലും ഇത് തുറക്കാം. ഇവിടെയാണോ ഫോട്ടോ കൊണ്ടുപോയിക്കണ്ടേ? അല്ല, ഇത് നമുക്ക് ബോട്ട് വീല് കിട്ടി. ഹാൻഡ് വീല് കിട്ടി. ഞാൻ ബോട്ട് വീലിൽ നിന്ന് കഴിച്ച്. അത് കൊള്ളാം. ഇവിടെ ഒരു വെപ്പൻ കീ എന്തെങ്കിലും തരാമോ? വെപ്പൻ കീ കിട്ടി ഗായ്സ്, വെപ്പൻ കീ കിട്ടി. ഇനി വെപ്പൻ വെച്ചാണ് നമ്മുടെ ബാക്കി കളി. സ്റ്റൺ ഗൺ ഇനി നമുക്ക് ആവശ്യമില്ല മേലത്തേക്ക്. സ്റ്റൺ ഗൺ മേലെയും ഷോർട്ട് ഗൺ നമുക്ക് മേലെയും വയ്ക്കാം ഗായ്സ്. ഇപ്പോൾ ഒരു തവണ കൂടി ഉറക്കി കിടത്തിയിട്ട് ഇനി നമുക്ക് എടുക്കാം. വന്നല്ലോ നമ്മുടെ സുന്ദരി. എന്താ മോനെ, ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? അല്ല അമ്മച്ചി, പിടിച്ചോ. അയ്യോ, എന്നെ എന്തിനാ ഷോക്ക് അടിപ്പിച്ചേ? ഈ അമ്മച്ചി എന്തുവാ എൻ്റെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണോ? അതുകൊണ്ട് മാറിക്കിടന്നേ അമ്മച്ചി. ഞാൻ നിങ്ങളോട് കെട്ടിയവനെയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പൊക്കോളാം അമ്മച്ചി. എവിടെ പോയി? അതാ വന്നു. ഹലോ ഗ്രാൻഡ് പാ, ഇങ്ങനെ സ്പീഡിൽ അഴിക്കാതെ അവിടെ കുറച്ച് നേരം കൂടി. നമുക്ക് എല്ലാ സാധനവും മേലെ കൊണ്ട് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഈ വെപ്പൻ കീ എടുക്കാം ഗായ്സ്. ഇനി അതേ നടക്കത്തുള്ളൂ. നമുക്ക് താഴെ ഇറങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതെടുക്കാമെന്ന് നേരത്തായിരിക്കും എല്ലാവരും എഴുതി താഴെ വന്നിങ്ങനെ. എന്തായാലും ആദ്യം തന്നെ ഇതിൻ്റെ കാര്യം നമുക്ക് മുമ്പേ തീർക്കാം ഗായ്സ്. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഈസി പീസി ആയിട്ടാണ് ഇന്ന് നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ എന്നെ കണ്ടു കാണും എന്ത് സ്പീഡിൽ നമുക്ക് സാധനങ്ങൾ കിട്ടി. അതൊക്കെ അത്രയേ ഉള്ളായിരുന്നു ഗായ്സ്. എന്തായാലും നമുക്ക്
ഇതൊക്കെ കൊണ്ടിടാം. ഈ പ്രാവശ്യം നമ്മുടെ സെക്യൂരിറ്റി കീ നമ്മൾ മേലെ കൊണ്ടിടും ഗായ്സ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സെക്യൂരിറ്റി കീ ഗ്രാൻഡ് പാ വീണ്ടും എടുത്ത് ചിലപ്പോൾ പൂട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പിടിക്കുവാണെങ്കിൽ എന്തായാലും നമ്മുടെ സെക്യൂരിറ്റി കീ എവിടെ പോയി? അല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പോൾ വെപ്പൺ തുറന്നിട്ട് വെപ്പൺ കീ വെച്ച് നമുക്ക് ആ ഗണ്ണ് എടുത്തിട്ട് നമുക്ക് ആ സെക്യൂരിറ്റി കീ മേലെ കൊണ്ടിടാം. എവിടെ പോയി നമ്മുടെ സ്ഥലം? എന്തായാലും ഗ്രാനിയും ഗ്രാൻഡ് പേടിക്കാൻ സമയമായി കാണത്തില്ല. സമയമായാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് 2 തരത്തിലുള്ള ഗണ്ണാണ് കിട്ടിയത്. ഷോർട്ട് ഗൺ വെച്ച് നമുക്ക് 2.5 മിനിറ്റ് ഉറക്കാം. നമുക്കത് സ്റ്റൺ ഗൺ വെച്ച് 2 മിനിറ്റ് ഉറക്കാം. അങ്ങനത്തെ പല രീതിക്കുള്ള ഗണ്ണാണ് കിട്ടിയത് ഗായ്സ്. ഇനി വരൂ, കമോൺ ഗ്രാനി ഗ്രാൻഡ് പാ, കമോൺ. നമുക്ക് അല്ലെങ്കിൽ ഈ ഗണ്ണ് ഇപ്പോൾ ശാലം മേലെ കൊണ്ടിടാം. താഴത്തേക്ക് നമുക്ക് സ്റ്റൺ ഗണ്ണുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് താഴെ ഇറങ്ങാം. ആരെങ്കിലും എഴിച്ചോ? ക്യാമറയിലൊന്നും ആരെയും കണ്ടില്ല. അതായത് നമ്മുടെ എവിടെ പോയി സെക്യൂരിറ്റിക്ക്? ബാ, പിന്നെ ഞാൻ വെറുതെയാണ് കൊണ്ടിടുന്നത്, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഗായ്സ്. എന്നാലും ഒരു രസത്തിന് വേണ്ടി അവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ ഷോർട്ട് ഗൺ വെച്ച് ഉപയോഗമുണ്ട്. നമുക്ക് ഇതുവരെ നമ്മൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോൾ സ്റ്റൺ ഗൺ വെച്ചാണ് നമ്മൾ ഇന്ന് മൊത്തം ഷൂട്ട് ചെയ്ത്. ഒരു തവണയെങ്കിലും നമുക്ക് ഷോർട്ട് ഗൺ വെച്ച് ഉപയോഗിക്കാം ഗായ്സ്. അതൊക്കെ അത്രേ ഉള്ളൂ. പെട്ടെന്ന് വാ. അവിടെ പോയി ഗ്രാനി? വന്നല്ലോ നമ്മുടെ ചോറുടനെ. എന്നാ പിടിച്ചോ. കണ്ടില്ലേ ഗായ്സ്, 2.5 മിനിറ്റത്തേക്ക്. ഇനി ഗ്രാനിയുടെ കാര്യം നോക്കണ്ട. നമുക്ക് ഗ്രാൻഡ് പേ ഷൂട്ട് ചെയ്യുന്ന മുമ്പേ നമുക്കൊന്ന് പാട്ട് കേൾക്കാം. ഗ്രാൻഡ് പാ, വാ, ഒന്ന് ഡാൻസ് കളിക്കാൻ പോയ ഒരു ഗ്രാൻഡ് പാ. ഗ്രാൻഡ് പേ കണ്ടില്ലല്ലോ. ഗ്രാൻഡ് പാ വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അപ്പോഴത്തേക്ക് ഈ ബുള്ളറ്റ് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. എന്തായാലും ഒന്നും കൂടി വയ്ക്കാം. ഗ്രാൻഡ് പാ അവിടെ നിന്ന് വരുമായിരുന്നു. എന്നാ പിടിച്ച, അയ്യോ കൊണ്ടില്ല കാശ്. കൊള്ളാത്തോണ്ട് സ്പീഡ് കൂട്ടി കാശ്. അവിടെ മാറിക്കട ഗ്രാൻഡ് പാ അങ്ങോട്ട്. എന്തുവാ കുഞ്ഞു പിള്ളേരെ പോലെ. ഇനി കണ്ണ് നമുക്ക് മേലത്തേക്ക് മാത്രമേ ഉള്ളൂ ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി. അതെന്തുവാ ഫൗള്, ചീറ്റിങ്. ഇത് നമ്മൾ ഇറങ്ങിയതല്ലേ? അപ്പം ഇതെന്തുവാ? Day 2. അത് നമ്മൾ താഴെ ചാടിയപ്പോഴത്തേക്ക് ആൾ ഡെഡായി. ഇപ്പം എല്ലാവരും അവിടെ എഴിച്ച് കാണും. ഗ്രാൻഡ് നമ്മളെ കട്ടിൽ കൊണ്ട് ഇട്ടല്ലോ. കൊള്ളാം. അതൊന്നും ഇനി കുഴപ്പമില്ല ഗായ്സ്. നല്ലത് കള്ളക്കളിയായിരുന്നു. ചാടിയോ ഉടനെ റദ്ദായി. നമുക്കെന്നാൽ ഉടനെ ഇപ്പോൾ സ്റ്റൺ ഗൺ എടുക്കാം ഗായ്സ്. വേറെ വെയിറ്റിങ്സ് ഒന്നുമില്ല നമുക്ക്. ഞാൻ കമ്മിങ് ആണ് ഗായ്സ്, ഐ ആം കമ്മിങ്. പെട്ടെന്ന് നമ്മുടെ സ്റ്റൺ ഗൺ. ഗ്രാൻഡ് പാ പോകുന്നു വയ്യ. നമ്മുടെ കാല് വയ്യ, അത് വേറൊരു കാര്യം. എന്തായാലും കുഴപ്പമില്ല ഗായ്സ്. നമ്മൾ അതിലേ ആയിരുന്നു വഴി. ഞാൻ ഇതിലേ പോയി. ഗ്രാൻഡ് പാ ഇതിലേ വരുന്നു. എന്തായാലും കുഴപ്പമില്ല ഗായ്സ്. നമ്മുടെ സ്റ്റൺ ഗൺ ഗ്രാൻഡ് പാ ഇപ്പം അതിലേ വരും. നമുക്ക് ഗ്രാൻഡ് പാ പുറകിൽ നിന്ന് ആക്രമിക്കും. പുറകിൽ നിന്ന് ആക്രമിക്കരുതെന്നാണ് ഒരു കാര്യം. പക്ഷേ ഈ ഗ്രാൻഡ് പാ നമ്മുടെ പുറകിൽ നിന്നൊക്കെയാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കങ്ങ് ആക്രമിക്കാം. എന്താ മോനെ? ഗ്രാൻഡ് പാ വിളിച്ച കേട്ടില്ലേ? എന്താ മോനെ? ഇനി നമുക്ക് ഗ്രാനി കുഞ്ഞിനെ വിളിക്കാം. ഗ്രാനി, വേർ ആർ യു? നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ ഞാൻ മുമ്പ് ഒരിക്കൽ രക്ഷപ്പെട്ടത്. കാർ എസ്കേപ്പ്, ഡോർ എസ്കേപ്പ്. ഇപ്പോൾ നിങ്ങൾ 2 പേരെ വീട്ടിൽ നിന്നും വീണ്ടും എസ്കേപ്പ്. അങ്ങനെ പറ്റത്തില്ല മോനെ. എന്താ മോനെ? എന്താ ഗ്രാനി? നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പം നമ്മൾക്ക് ഊഹിക്കാമല്ലോ. ഞാൻ ജയിച്ചു. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും എസ്കേപ്പ് ചെയ്യുന്നു. അതും വെറൈറ്റി എസ്കേപ്പ്, ഹെലികോപ്റ്റർ. നമ്മൾ വീണ്ടും ഈ ഡോർ തന്നെ തുറന്നു. ഡോറ് മാർക്കുക ഗൈസ്. എന്തായാലും ഇനി എല്ലാ സാധനവും സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി മേലെ മാത്രമല്ലേ ഉള്ളൂ പണിയുള്ളത്. അല്ല, ഇവിടെ കൂട്ടിയിട്ടത് തന്നെ നല്ലത് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ താഴെ പോവും എടുക്കും. അതാകുമ്പോൾ സ്പീഡിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസ് ഫ്യൂസിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. പിന്നെ ഷോർട്ട് ഗൺ നമ്മളതിൻ്റെ ആവശ്യം. ബാക്കി 2 നമുക്ക് അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് നമുക്ക് ഇവിടെ വന്നെടുക്കാം ഗൈസ്. അതല്ലേ എൻ്റെ ഐഡിയ. എങ്ങനെയുണ്ട്?
ബുദ്ധിപരമായ തീരുമാനം എൻ്റെ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറേ ഫ്രീ ആയിട്ട് ബുള്ളറ്റ് കിട്ടും. അതും നല്ല. ഇവിടുത്തെ 2 ബുള്ളറ്റ് അവിടെ ഇരുന്നോട്ടെ, ഇപ്പോൾ എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. താഴെ ഇനി പോയി നമുക്ക് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. അല്ല, ഇവിടെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഇവിടെ നിന്നും എടുക്കാം. അതും കുഴപ്പമൊന്നുമില്ല ഗൈസ്. കണ്ടില്ലേ, സൂപ്പറായിട്ട്. നമുക്ക് ആദ്യം തന്നെ ഉന്നം പിടിച്ച് നോക്കാം. ലല്ല ഷൂട്ട് കരോ. എന്നാ പിടിച്ചോ. 1 2. ഞാൻ ഇന്ന് ഉന്നമൊക്കെ പഠിച്ചിട്ടാണ് വന്നത് ഗൈസ്. ഇത് പിടിച്ചോ. അയ്യോ, അത് മിസ്സായി. ഇത് മിസ്സാകത്തില്ല. പിടിച്ചോ. ഗണ്ണ് ഇവിടെ കിടന്നു. നമ്മുടെ ഗ്ലാസ് പീസ് അവിടെ. ഇവിടെയാണ് പ്രധാനപ്പെട്ട സാധനം. ഇത് വയ്ക്കാതെ പോയാൽ നമ്മൾ താഴെ പോയി ഇതിൽ. ഇനി ഇല്ല. ഇതിനകത്ത് എന്തോ ബോംബ് ആയിരിക്കും. ബോംബ് തന്നെ. ഇതാണ് ഗായ്സ് നമ്മൾ എസ്കേപ്പ് ആകാൻ പോകുന്ന ഹെലികോപ്റ്റർ. അയ്യോ, ഗ്യാസ് സിലിണ്ടർ വേണം ഗായ്സ്. അത് നമ്മളെന്താ എടുത്തില്ല. അതും കൂടി ഒട്ടകലല്ലേ ഇനി കളി കിടക്കത്തുള്ളൂ. അയ്യോ, അതിന് ഞാൻ എവിടെ കൊണ്ട് വെച്ചു ഗായ്സ്. അയ്യോ, അത് ഞാൻ കണ്ടുപോലും ഇല്ല അങ്ങ്. എന്തായാലും നമുക്ക് ഈ ഡക്ട് ടേപ്പ് ഇവിടെ ഒട്ടില്ല. പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവണം നമുക്ക്. ഇനി അതിനി എവിടെ? ഇനി ക്രോബാർ വെച്ചൊരു പെട്ടി തുറക്കാണ്ടല്ലോ ഇനി. അപ്പം അതിനകത്ത് കാണും. അതിനകത്തായിരിക്കാം കൂടുതലും ചാൻസ്. അതിനകത്തില്ലെങ്കിൽ പിന്നെ അവിടെ കാണും. എന്തായാലും ഹെലികോപ്റ്റർ കീ എന്തായാലും അവിടെ കൊണ്ടിടാം നമുക്ക് പെട്ടെന്ന് തന്നെ. എന്തായാലും നമ്മൾ അതുവഴി നമ്മൾ ഇറങ്ങുന്നില്ല. ചിലപ്പോൾ ഇറങ്ങാൻ വരായിരിക്കും അവിടെ ഗ്രാനിയും ഗ്രാൻഡ് പേയും നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഗണ്ണും കൊണ്ട് സാധാ രീതിക്ക് തന്നെ പോകാം. എവിടെ പോയി നമ്മുടെ ഗണ്ണ്? ബുള്ളറ്റ് ഇതാ. ബുള്ളറ്റ് വരുന്നില്ല. എന്തോ കൊള്ളക്കളിയാ. വേറെ ഓഫ് ചെയ്ത് അല്ലാതെ വരുമോ? ഇല്ല. കള്ളക്കളി. എന്തോ കള്ളക്കളിയാ ഗായ്സ്. ഇത് ബുള്ളറ്റ്. ഇവിടത്തെ എടുക്കാത്ത ഭാഗ്യം എങ്ങനെയോ മനസ്സിൽ തോന്നി ഗായ്സ്. ടെക്നോളജി എന്നൊക്കെ പറയാം ഗായ്സ്. എന്തായാലും കൊള്ളാം. ഇവിടെ വന്നെങ്കിൽ ഇവിടെ ഇട്ട് ഷൂട്ട് ചെയ്യാമായിരുന്നു. വന്നില്ല. അപ്പം നമുക്ക് ഗ്രാനിയും ഗ്രാൻഡ് പേയും ഈ ഷോർട്ട് ഗൺ വെച്ച് തന്നെ നമുക്ക് പൂശാൻ വേണ്ടിയ നമുക്ക് ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ നമ്മൾ മറന്നേ. ഹായ് ഗ്രാനി, കേട്ടില്ലേ? എന്നാ പിടിച്ചോ. എന്തിനാ മോനെ പുറകെ നിന്ന് ആക്രമിച്ചേ? എത്തിപ്പോൾ വിളിച്ചാൽ ഇതിന് നോക്കാമായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല അമ്മച്ചി. എന്നാ പിടിച്ചോ. വിളിച്ചിട്ട് കേൾക്കാത്ത എൻ്റെ വീട്ടിൽ ഇതും തൂക്കാൻ ഇങ്ങനെ പോയി. ഇനി സ്റ്റൺ ഗൺ എടുത്തുകൊണ്ട് പോവാം. ഇനി അതിനകത്തൊന്നുമില്ല. നമ്മുടെ ക്രോബാർ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടിരുന്ന അതാ കിടക്കുന്നു. സേഫ് കീ ഇതാ കിടക്കുന്നു. സേഫിൻ്റെ കീ ഇതാ ഇവിടെ കിടക്കുക ഗൈസ്. ചിലപ്പം ക്രോബാർ വെച്ച് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ഇത് വെച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തുവാ സേഫ് കീ. സേഫ് തുറക്കാൻ ചിലപ്പോൾ പക്ഷെ അതിനകത്ത് കാണാൻ ചാൻസ് കുറവാണ്. അതിനകത്ത് കീ വല്ലേ. അതിനകത്ത് ഡൗട്ടാണ് ഗൈസ്. എന്തായാലും നോക്കാം. സ്പാർക്ക് പ്ലഗ്. നമ്മൾ താഴെ നോക്കിയില്ല ഗൈസ്. അപ്പോൾ താഴെ ഉറപ്പായിട്ടും കാണും. ഉറപ്പായിരിക്കും. ഇവിടെ ഇല്ല. അതാ നീരാളി കിടക്കുന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇത് തുറന്നാൽ നമുക്ക് ആ സെല്ല് വെക്കാനുള്ള ലിവറേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതെവിടെ പോയി? എനിക്ക് തോന്നുന്നു സേഫ് കീ നമുക്ക് എടുക്കേണ്ടി വരും. സേഫ് തുറക്കാം ഗൈസ്. കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി എവിടെ പോയി നോക്കും? ചെയിൻ കട്ടർ ഉണ്ടല്ലോ നമ്മുടെ സ്ലെൻഡറിനേരെ ഭർത്താവിൻ്റെ ആ പെട്ടിക്കകത്ത് ചിലപ്പോൾ കാണും ഗായ്സ്. ഇതിനകത്തും ഇല്ലെങ്കിൽ, ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ ലൈക്ക് അടിക്കും പോലെ ഇരിക്കും. കിട്ടി ഗായ്സ് ഗ്യാസലിൻ. ഓ മൈ ഗോഡ്, കിട്ടിയും ഫൈനലി. അപ്പോൾ നമ്മൾ ആദ്യമായി ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു പൂശും കൂടി പൂശിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഗായ്സ്. നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും. കമോൺ. ഇത് അടയ്ക്കാൻ പറ്റുമോ? ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ല ഗൈസ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നമ്മുടെ പുലിയുടെ മടയിൽ പോയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ ഗ്രാനിയുടെയും അപ്പാപ്പൻ്റെയും വീട്ടിലും മുന്നിലും പോയി നമ്മൾ ഷൂട്ട് ചെയ്യും ഗൈസ്. കമോൺ ഗ്രാനി, കമോൺ. വേർ ആർ യു? ഇവിടെ ഇട്ടാണ് ഞാൻ എപ്പോഴും ഗ്രാനി ഷൂട്ട് ചെയ്യുന്നത്. കമോൺ ഗ്രാനി, കമോൺ ഗ്രാനി. എന്നാ മോനെ
ഞാൻ എന്തോ വരികയാണ് മോനെ. കേട്ടോ, ഞാൻ ശകലം സ്ലോ ആണ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആ ആ മാമേ പെട്ടെന്ന് വാ. എനിക്ക് കാലിന് വയ്യം. നിങ്ങളല്ലേ എന്നെ വെടിവെച്ചത്. ഞാൻ സ്റ്റെപ്പ് കയറി വരുന്നതേ ഉള്ളൂ. ആ മാമ ഇത്രയും ഇപ്പം ചെവി കേൾക്കാമല്ലോ, എന്നിട്ടാണ് ഞാൻ നിങ്ങളെ പുറകിൽ നിന്നിട്ട് വിളി കേൾക്കാത്തത്. ആ നിൽക്ക്, ഞാൻ എന്താ എത്തിക്കഴിഞ്ഞു. ഞാൻ അടുക്കള വഴിയാണ് വരുന്നത്. നീ ശകലം വെയിറ്റ് ചെയ്ത് ആ ഫോട്ടോ എന്തള്ളിയിടല്ലേ. മാമ എന്തു ഇവിടെ ഒളിച്ചിരിക്കുവാണോ മാമേ? ആ വന്നല്ലോ നമ്മുടെ ഒളിച്ചിരിപ്പുകാരി. എന്നാ പിടിച്ചോ നിങ്ങളെ ഭർത്താവിനെ കൊണ്ടുവിട്ടെ. ആ ആരാടാ എന്നെ വിളിച്ചത്? ഞാൻ എന്താ വരാൻ പോവുകയാടാ. ഇന്ന് നിന്നെ എൻ്റെ കയ്യിരിക്കണ കമ്പി വെച്ച് അടിക്കുവാടാ. എന്നാ വാടോ, എന്നാ വാ ഗ്രാൻഡ് പാ, എന്നാ പിടിച്ചോ. ആ നമുക്കിനി ഗണ്ണിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. കസാര വരെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊള്ളാം. അപ്പോൾ ഗ്യാസിലേയും കിട്ടി. ഇന്നാ പോവാം ഗായ്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചു പോവുക. നമ്മൾ ഫൈനലി ഗ്രാനിയുടെയും ഗ്രാൻഡ് പേരെയും വീട്ടിൽ നിന്ന് ആദ്യമായി ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. അതും ഹെലികോപ്റ്റർ എസ്കേപ്പ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ റെഡ് നമ്മൾ എന്തോ ബോട്ട് എസ്കേപ്പ് ചെയ്യും പോലെ തന്നെയാണ് ഗായ്സ് ഫ്യൂല്. രണ്ടിനും സെയിം ഫ്യൂലാണ്. അത് നന്നായി. പെട്രോളോ ഡീസലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ കറങ്ങിക്കൊണ്ട് വയ്ക്കുന്നില്ല, പോകുന്നില്ലേ? പുറകിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരുമില്ല. ആരുമില്ല. ആ ഹാ പൊങ്ങി. ഗ്രാൻഡ് പേയും ഗ്രാനിയും വന്ന് ഗായ്സ്. അവർ പിടിക്കുമോ? ഇല്ല ഗായ്സ്, നമ്മൾ അവരെ തലയ്ക്ക് മേലെയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രാനിയുടെയും ഗ്രാൻഡ് പേരെയും വീട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത ഗ്രാനി വീഡിയോയുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ബൈ.